ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ടുള്ള 3 കറികളാണ്. ബുൾസൈ കൊണ്ടും സ്ക്രാമ്പിൾഡ് എഗ് കൊണ്ടും അതുപോലെ ബോയിൽഡ് എഗ് കൊണ്ടുമാണ് ഇത് തയ്യാറാക്കുന്നത്. ആദ്യത്തെ റെസിപ്പി ബുൾസൈ മസാലയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 മുട്ട, 2 ചെറിയ സവോള നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയുമാണ്. ഒരു പാൻ ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും സവോളയും പച്ചമുളകും ചേർത്ത് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാൻ തന്നെ ചൂടാക്കി അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ബുൾസൈ ഓരോന്നായി ഉണ്ടാക്കിയെടുക്കാം. ബുൾസൈ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ബുൾസൈ മസാല റെഡി ആയിട്ടുണ്ട്. അടുത്ത റെസിപ്പി സ്ക്രാമ്പിൾഡ് എഗ് മസാലയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 മുട്ട, 2 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവയാണ്. ഒരു പാൻ ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും സവോളയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി ഒന്നുകൂടി ഇളക്കി മസാല പാനിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. മസാലയിൽ നിന്നും എണ്ണ പാനിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരും. എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചു വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പാൻ അടച്ചു വയ്ക്കാം. മുട്ട ചെറുതായി ഒന്ന് വെന്ത് വരുമ്പോൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മസാലയും കൂടി ചേർത്തിളക്കി ഒന്ന് യോജിപ്പിച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ് മസാല റെഡിയായി കഴിഞ്ഞു. ഇന്നത്തെ മൂന്നാമത്തെ റെസിപ്പി ബോയിൽഡ് എഗ് മസാലയാണ്. ഇതിനു വേണ്ടി 2 മുട്ട എടുത്തിട്ടുണ്ട്, 2 സവോള ചെറുതായി അരിഞ്ഞത്,
2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എന്നിവ എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വിനാഗിരി, കുറച്ച് തേങ്ങാപ്പാൽ എന്നിവയും എടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അല്പം എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും സവോളയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. നന്നായി വഴന്നു കഴിയുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്തിളക്കാം. മസാലയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് തിളയ്ക്കാൻ വയ്ക്കാം. ഗ്രേവി ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി 2 മുട്ട പൊട്ടിച്ച് 2 വശത്തായി ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ചെറുതീയിൽ മുട്ട ഒന്ന് വേവിച്ചെടുക്കാം. മുട്ട ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിലേക്കിനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നന്നായി ഒന്ന് ചൂടായാൽ മതി, തിളയ്ക്കാൻ പാടില്ല. ബോയിൽഡ് എഗ് മസാല റെഡിയായി. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ 3 കറികളും ചപ്പാത്തിക്കും അപ്പത്തിനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ 3 റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി ഞാൻ ഉടൻ തന്നെ വരാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അതുപോലെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്